ശുക്ലത്തിൽ നിന്ന് പ്ലാസ്റ്റിക് ഉണ്ടാക്കി. അതും വെറും പ്ലാസ്റ്റിക് അല്ല, എക്കോ ഫ്രണ്ട്ലി പ്ലാസ്റ്റിക്. ഇത് സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ 97% കുറച്ച് മലിനീകരണമേ ഉണ്ടാക്കൂ. അതിശയപ്പെടേണ്ട, ചൈനീസ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ നേട്ടം കൈവരിച്ചത്. പക്ഷേ ഇത് മനുഷ്യൻ്റെ അല്ലാന്ന് മാത്രം. സാൽമൺ മത്സ്യത്തിൻ്റെ ശുക്ലത്തിലെ 2 DNA സ്ട്രാൻഡുകളും ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു രാസവസ്തുവും ചേരുമ്പോൾ കിട്ടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെതിന് സമാന സ്വഭാവ സവിശേഷതയുള്ള ഒരു നിർമ്മാണ സാമഗ്രിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റിക് എന്നത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവാണ്. ക്യാരി ബാഗുകൾ, കുപ്പികൾ, പാക്കിംഗ് വസ്തുക്കൾ, ചീപ്പുകൾ തുടങ്ങിയ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാവാത്ത പലതിലും പ്ലാസ്റ്റിക് ഉണ്ട്. പക്ഷേ ഒരിക്കൽ മണ്ണിലെറിഞ്ഞാൽ അഴുകാതെ കിടക്കുന്ന ഈ വസ്തു പരിസ്ഥിതിക്കുണ്ടാക്കുന്ന നാശത്തിൻ്റെ പേരിലും ഏറെ ചീത്തപ്പേര് കേൾക്കുന്ന ഒന്നാണ്. മറ്റൊരു വസ്തുതാപരമായ കാര്യമെന്തെന്നാൽ പെട്രോകെമിക്കലുകളാണ് പ്ലാസ്റ്റിക് നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തുക്കൾ എന്നതുകൊണ്ട് ആ കണക്കിലും അത് പരിസ്ഥിതിക്ക് വളരെ ദോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങളിൽ നിന്ന് മോചനം നേടാൻ അതിനു പകരം പുതിയ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ഈ രംഗത്ത് വിപ്ലവകരമായ ഒരു കണ്ടെത്തലുമായി ചൈനയിലെ ടാൻജിൻ സർവകലാശാലയിലെ ഗവേഷകർ വന്നിരിക്കുന്നത്. ഈ പുതിയ കണ്ടെത്തൽ എന്തെന്നാൽ മീനിൻ്റെ പ്രത്യുൽപാദന ഘടകമായ ശുക്ലത്തിൽ നിന്ന് പ്ലാസ്റ്റിക് ഉണ്ടാക്കാമെന്ന വലിയ സംഭവമാണ്. ഇതിനായി സാൽമൺ മത്സ്യത്തിൻ്റെ ശുക്ലത്തിലെ 2 DNA സ്ട്രാൻഡുകളും വെജിറ്റബിൾ ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു രാസവസ്തുവും ചേരുമ്പോൾ കിട്ടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെതിന് സമാന സ്വഭാവ സവിശേഷതയുള്ള ഒരു നിർമ്മാണ സാമഗ്രിയാണ്. മറ്റൊരു രസകരമായ സംഭവം എന്തെന്നാൽ ഇതുവരെ ഈ പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ചായക്കപ്പും ഒരു പസിലും ഒരു DNA ഘടനയുമാണ് നിർമ്മിച്ച് പരീക്ഷിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഗുണനിലവാരം എന്തെന്നാൽ പ്രകൃതിക്ക് വളരെയധികം അനുയോജ്യമായ ഒന്നാണ്. നിലവിലെ പ്ലാസ്റ്റിക്കിനേക്കാൾ 97% കുറച്ച് മലിനീകരണം മാത്രമേ ഇതുണ്ടാക്കുന്നുള്ളൂ എന്നതാണ് മറ്റൊരു സവിശേഷത. നിലവിൽ ലഭ്യമായിട്ടുള്ള ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് കോൺ സ്റ്റാർച്ച്, പായൽ എന്നീ വസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകൾ എന്നാൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത പ്ലാസ്റ്റിക്കുകളാണ് ഇവ. എന്നുവെച്ചാൽ ഇവ സാധാരണ വസ്തുക്കളെ പോലെ ദ്രവിച്ചു പോകുന്നു. ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഈ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ നിർമ്മാണത്തിൽ വളരെയധികം എനർജി ചിലവാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പൈസയും കൂടുതലാണ്. അതിനാൽ തന്നെ ഇതിൻ്റെ ജനപ്രീതി വളരെ കുറയുന്നു. അതേസമയം ഈ മീനിൽ നിന്നുണ്ടാക്കുന്ന പുതിയ ഹൈഡ്രോജൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് വളരെ വേഗത്തിൽ നടത്താനാവും എന്നത് ഇതിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ വെള്ളത്തിൽ പ്ലാസ്റ്റിക് മുക്കുന്ന നിമിഷം സാൽമൺ DNAയിൽ എൻസൈമുകൾ ജെൽ പരുവത്തിലേക്ക് മാറും. അത് പിന്നീട് മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഈ ശുക്ല പ്ലാസ്റ്റിക്കുകൾ വെള്ളം തട്ടാതെ ഈർപ്പം പോലും ആവാതെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇവ ജെൽ പരുവത്തിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ സൽമൺ ശുക്ലം ഉപയോഗിച്ചുണ്ടാക്കുന്ന കപ്പ് കൊണ്ട് വിശേഷിച്ച് ഉപയോഗമൊന്നുമില്ല. ക്യാരി ബാഗുകൾ, പാക്കേജ് കവറുകൾ തുടങ്ങിയ നിർമ്മിക്കാൻ നിലവിൽ ഇത് പ്രയോജനപ്പെടുത്താം എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ലോകത്തിൽ ഓരോ വർഷവും നിർമ്മിക്കപ്പെടുന്നത് 30 കോടി ടൺ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ ഭൂരിഭാഗവും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കാത്തവയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കണ്ടെത്തൽ പ്രകൃതിക്ക് വളരെയധികം അനുയോജ്യകരമായ ഒന്നാണ്. ചൈനീസ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നിലവിൽ ഹൈഡ്രോജെല്ലിനുമേൽ നടത്തുന്ന തുടർ ഗവേഷണങ്ങൾ ലോകത്തെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ അന്ത്യം കുറിക്കുന്ന പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം. ഇതുപോലുള്ള ശാസ്ത്ര ടെക് ലോകത്തെ കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സന്ദർശിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.